നമസ്കാരം. DBMSൻ്റെ ക്ലാസ് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക്സും അതേപോലെ ഡാറ്റ മോഡൽസും ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. അതായത് DBMSൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റൽ മോഡലിംഗ് ആണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. ഈ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ വേൾഡ് ഒബ്ജക്ട്സ് ആണ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവ തമ്മിലുള്ള ബന്ധം. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മോഡലാണ് ഐഡൻറ്റിഫൈങ്, അതായത് എൻറ്റിറ്റീസ്, അതായത് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റിയൽ വേൾഡ് ഒബ്ജക്റ്റ് തമ്മിലുള്ള റിലേഷൻസ് ആണ്. അത് റിയൽ വേൾഡ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാഞ്ചിബിൾ ആയിരിക്കാം, അല്ല അത് ഇപ്പോൾ ലോജിക്കലായിരിക്കാം. ഇത് ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്നുള്ള ടാഞ്ചിബിൾ എൻറ്റിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്, അങ്ങനത്തെ പോലെ ലോജിക്കൽ എൻറ്റിറ്റീസ് ആയിരിക്കാം. അപ്പോൾ അവ തമ്മിലുള്ള ബന്ധവും പറയുന്ന ഒരു മോഡലാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. ഈ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റാബേസിൻ്റെ ഓവറോൾ എന്താ പറയുക ലോജിക്കൽ സ്ട്രക്ചറാണ് ഗ്രാഫിക്കലി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ എന്ന് പറയുന്നത് മോഡൽ ഡാറ്റാബേസിനെ വളരെ എളുപ്പത്തിൽ ഒരു റിലേഷൻസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ടേബിൾസ്. മോഡൽസ് നമുക്കിപ്പോൾ ഒരു പാനലിൽ, അതായത് ഇപ്പോൾ ടെക്നിക്കൽ നോളജ് അധികം ഇല്ലാത്ത ഒരു പാനലിൽ നമുക്ക് നമ്മുടെ ഡാറ്റാബേസിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ ഡയഗ്രാം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേ ചെയ്യാൻ പറ്റും. കാരണം അതിന് ടെക്നിക്കൽ നോളജിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഒരു മറ്റുള്ളവർക്ക്, ഒരു നെയ്വ് യൂസർക്ക് അത് സാധാരണ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇനി മോഡൽസിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് ആറിൽ നമുക്കറിയാം എൻറ്റിറ്റി ഉണ്ട്, റിലേഷൻഷിപ്സ് ഉണ്ട്. അപ്പോൾ എൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സ്ട്രോങ് എൻറ്റിറ്റി ഉണ്ടാവും, വീക്ക് എൻറ്റിറ്റി ഉണ്ടാവും. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. അതിൽ ഒരു കീ ആട്രിബ്യൂട്ട് ഉണ്ടാവും, അതായത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കീ ആട്രിബ്യൂട്ട് ഉണ്ടാവും. ഒരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ഉണ്ടാവും. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഒന്നോ രണ്ടിൻ്റെയോ കോമ്പോസിഷൻ ആയിരിക്കും ആ ആട്രിബ്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു നെയിം എന്ന് പറയുന്നതിന് ഫുൾ അതായത് ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, മിഡിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്ന് പറയും. അതുപോലെ മൾട്ടി വാല്യൂഡ്, ഒന്നിൽ തന്നെ 2-3 വാല്യൂസ് വരാം. അതിപ്പോൾ ഫോൺ നമ്പർ, ഒരാൾക്ക് 2 ഫോൺ നമ്പർ വരാമല്ലോ. അങ്ങനെ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഏജ് എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടാണ്. അവർ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ്, 1-to-1 റിലേഷൻഷിപ്പ് ഉണ്ട്, 1-to-many റിലേഷൻഷിപ്പ് ഉണ്ട്, many-to-1 റിലേഷൻഷിപ്പ് ഉണ്ട്, many-to-many റിലേഷൻഷിപ്പ് ഉണ്ട്. ഇനി എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താ, അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവാം. ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കാറ്, അല്ലെങ്കിൽ ഒരു വീട്, അല്ലെങ്കിൽ ഒരു എംപ്ലോയി, അല്ലെങ്കിൽ അത് എന്താ പറയുക ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം. അത് കൺസെപ്റ്റൽ എക്സിസ്റ്റൻസ് ഉള്ളത് ഒരു കമ്പനിയോ, ഒരു ജോബോ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി കോഴ്സോ, അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് എന്താണ് അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. എൻറ്റിറ്റി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി ടൈപ്പിൽ ഉള്ള ഒബ്ജക്റ്റാണ്, അതിൽ വരുന്ന സെറ്റുകളാണ്. അതായത് എൻറ്റിറ്റി E1 എന്ന് പറയുന്നത് എൻറ്റിറ്റിയുടെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എൻറ്റിറ്റി സെറ്റായിട്ട് നമ്മൾ പറയും. ഓക്കെ, അതിനൊരു ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്. എൻറ്റിറ്റീന് സാധാരണ രീതിയിൽ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രത്തിൽ നമ്മൾ റെക്റ്റാങ്കിളിലായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുക. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞാൽ E1, E2, E3 എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് എൻറ്റിറ്റി ടൈപ്പുള്ള സെറ്റുകളെ കുറിച്ചിട്ട് പറയുന്നതാണ് എൻറ്റിറ്റി സെറ്റ്. ഇനി നമുക്ക് സ്ട്രോങ് എൻറ്റിറ്റി എന്താണ്, വീക്ക് എൻറ്റിറ്റി എന്താണ് നമുക്കറിയാവുന്നതാണ്, എങ്കിലും നമ്മൾ പറയാം. സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു കീ ആട്രിബ്യൂട്ട് ഉണ്ടാവും. അതിൽ നമ്മൾ പറയില്ലേ ഒരു പ്രൈമറി കീ എന്നുണ്ടാവും. അതായത് ആ ആട്രിബ്യൂട്ട്, ആ എൻറ്റിറ്റീനെ മൊത്തത്തിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കീ ആട്രിബ്യൂട്ട് മതിയാവും. സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറയുന്നത് വേറൊരു എൻറ്റിറ്റി ടൈപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല നിൽക്കുന്നുണ്ടാവാം. അതിന് പ്രൈമറി കീ ഉണ്ടാവും. അതിൽ യൂണീക്കലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. പിന്നെ അത് സാധാരണ രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക ഈ ഡയഗ്രത്തിൽ, റെപ്രസെൻറ്റേഷണൽ പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ. ഇനി വീക്ക് എൻറ്റിറ്റി, ഒരു എൻറ്റിറ്റി ടൈപ്പ് എക്സിസ്റ്റ് ചെയ്യും, അതിൽ കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കില്ല, നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ഡബിൾ റെക്റ്റാങ്കിൾ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അവിടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീക്ക് എൻറ്റിറ്റിക്ക് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. അത് വേറെ ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ വേറൊരു എൻറ്റിറ്റീനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും അത് നിൽക്കുന്നുണ്ടാവുക. ഇനി ഡയഗ്രത്തിൻ്റെ കമ്പോണൻസ്, അതായത് ഐഡൻറ്റിഫൈങ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വീക്ക് എൻറ്റിറ്റിയും ഐഡൻറ്റിഫൈങ് സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പും, അതേപോലെ തന്നെ അതൊരു ഡബിൾ ഡയമെൻഡിലായിരിക്കും നമ്മൾ
എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക ഐഡൻറ്റിഫൈങ് റിലേഷൻഷിപ്പ്. അതായത് നോക്കാം, ഇപ്പം ഇതിൽ എംപ്ലോയി എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിഫൈങ് റിലേഷൻഷിപ്സ് ഉണ്ട്. ഡിപ്പെൻഡൻറ്റ്, എംപ്ലോയി ഹാസ് ഡിപ്പെൻഡൻസ്, ഒരു എംപ്ലോയിക്ക് എന്തുണ്ട്, ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പോൾ ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പെൻഡൻസ്, അതായത് പാരൻറ്റ്, ഒരു എംപ്ലോയിക്ക് എന്തുണ്ടാവും, പാരൻസ് ഉണ്ടാവും, ചിൽഡ്രൻ ഉണ്ടാവും, സ്പൗസ് ഉണ്ടാവും, എംപ്ലോയീസിൻ്റെ. പക്ഷേ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യില്ല. എങ്ങനെ, ഇപ്പോൾ ഒരു എംപ്ലോയി ഇല്ല എന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻസ് അവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ. സോ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത് ഒരു വീക്ക് എൻറ്റിറ്റി ടൈപ്പാണ്. കാരണം എംപ്ലോയി ഉണ്ടെങ്കിൽ മാത്രമേ ഡിപ്പെൻഡൻസ് ഉള്ളൂ. സോ എംപ്ലോയിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണല്ലോ ഡിപ്പെൻഡൻസ് നിൽക്കുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻസിന് പ്രത്യേകിച്ച് എക്സിസ്റ്റൻസ് ഇല്ല വിത്തൗട്ട് ആൻ എംപ്ലോയി. അപ്പോൾ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത് ഒരു വീക്ക് എൻറ്റിറ്റി ടൈപ്പാണ്. എംപ്ലോയി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഐഡൻറ്റിഫൈങ് എൻറ്റിറ്റി ടൈപ്പാണ് ഡിപ്പെൻഡൻറ്റ്. അതൊരു സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പായിട്ട് മാറും എംപ്ലോയി. അതേപോലെ തന്നെ കീ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആട്രിബ്യൂട്ടിനെ യൂണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഒരു എൻറ്റിറ്റി സെറ്റിലെ യൂണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആട്രിബ്യൂട്ട് ആയിരിക്കണം കീ ആട്രിബ്യൂട്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കീ ആട്രിബ്യൂട്ട് ആയിരിക്കും. ആ റോൾ നമ്പർ വെച്ചിട്ട് ആ സ്റ്റുഡൻറ്റ് എവിടെയാണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സാധാരണ ഒരു ഡയഗ്രത്തിൽ ഒരു റൗണ്ടഡ്, അതായത് ഒരു ഓവൽ ഷേപ്പിൽ അണ്ടർലൈൻഡ് ആയിട്ടായിരിക്കും നമ്മൾ കീ ആട്രിബ്യൂട്ടിനെ മെൻഷൻ ചെയ്യാം. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പല ആട്രിബ്യൂട്ടുകളുടെ മിക്സ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു അഡ്രസ്സ് എടുക്കുക അല്ലെങ്കിൽ ഒരു നെയിം എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിലുണ്ടാവും ഫസ്റ്റ് നെയിം ഉണ്ടാവും, മിഡിൽ നെയിം ഉണ്ടാവും, ലാസ്റ്റ് നെയിം ഉണ്ടാവും. അതിൻ്റെ ഒക്കെ കൂടി കോമ്പോസിഷൻ ആയിരിക്കും ആ നെയിം എന്ന് പറയുന്നത്. അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ഉണ്ടാവും, സിറ്റി ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സ്റ്റേറ്റ്, കൺട്രി, ഇതൊക്കെ ആയിരിക്കും. അപ്പം ഇങ്ങനെ പറയുന്നതാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ്. അതുപോലെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഫോൺ നമ്പർ എന്ന് പറയുന്നത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. ഒരാൾക്ക് ഒന്നിലേറെ ഫോൺ നമ്പർ ഉണ്ടാവാം. അപ്പോൾ അതൊരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുക. അടുത്ത ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഏജ് എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയും. ഡയഗ്രത്തിൽ നമ്മൾ അതിനെ ഡോട്ടഡ് ആയിട്ടുള്ള ഓവൽ ഷേപ്പിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അതിൻ്റെ കമ്പോണൻസിൽ നമ്മൾ പറയുമ്പോൾ റെക്റ്റാങ്കിൾ ഉണ്ട്, എലിപ്സ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, ലൈൻ ഉണ്ട്, ഡബിൾ എലിപ്സ് ഉണ്ട്, ഡബിൾ റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്, എൻറ്റിറ്റീസിനെ പറയുന്നതാണ് റെക്റ്റാങ്കിൾ. എലിപ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ആട്രിബ്യൂട്ട്സിനെ പറയാൻ വേണ്ടിയിട്ടാണ്. ഡയമണ്ട്സ് എന്ന് പറയുന്നത് റിലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സിമ്പിൾ ലൈൻ എന്ന് പറയുന്നത് അതായത് ആട്രിബ്യൂട്ട്സ് അതർ റിലേഷൻ ടൈപ്പായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ വേണ്ടി കണക്ട് ചെയ്യുന്ന ഒരു കണക്ടർ എന്ന് പറയുന്നതാണ്. ഡബിൾ എലിപ്സ് എന്ന് പറയുന്നത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്യും. ഡബിൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് വീക്ക് എൻറ്റിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ഡയഗ്രത്തിൻ്റെ കമ്പോണൻസ്, അതായത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതായത് എൻറ്റിറ്റി ടൈപ്പുകൾ തമ്മിലുള്ള അസോസിയേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഒരു എൻറോൾഡ് ഇൻ എന്ന് പറയുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് എൻറ്റിറ്റി ടൈപ്പ് സ്റ്റുഡൻസ് ഒരു കോഴ്സ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഇടാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും, മസ്റ്റായിട്ടും ഒരു കോഴ്സിനെ എൻറോൾ ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു ഡയഗ്രാം പറയുകയാണെങ്കിൽ ആ റിലേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഡയമണ്ട് ആയിട്ടാണ് പറയാം. അതായത് സ്റ്റുഡൻറ്റ് മസ്റ്റ് ബി എൻറോൾഡ് ഇൻ എ കോഴ്സ് എന്നാണ്. അപ്പോൾ അതായത് നമ്മൾ നോക്കുകയാണ് ഒരു സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് E1 എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് എന്തായാലും ഒരു കോഴ്സായിട്ട് എന്ത് ചെയ്തിരിക്കണം, റിലേറ്റഡ് ആയിട്ടിരിക്കണം. ഓക്കെ. ഇനി ഡിഗ്രി, ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡിഗ്രി, അതായത് നമ്പർ ഓഫ് ഡിഫറെൻറ്റ്, എത്ര എൻറ്റിറ്റി സെറ്റ് ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. യൂണറി റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻറ്റിറ്റി സെറ്റ് മാത്രമേ ഒരു റിലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ യൂണറി റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറയും. ബൈനറി എന്ന് പറയുന്നത് രണ്ട് റിലേഷൻ, രണ്ട് എൻറ്റിറ്റികൾ തമ്മിൽ ഉള്ള ഒരു റിലേഷനാണ് നമ്മൾ ബൈനറി റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറയാം. എൻ അറി റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എൻറ്റിറ്റീസ് ഒരു റിലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എൻ അറി റിലേഷൻഷിപ്പ് എന്ന് പറയും. ഇപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് കാർഡിനാലിറ്റിയാണ്. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ടൈംസ് ഒരു എൻറ്റിറ്റി സെറ്റിൽ ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 1 to 1 ഉണ്ട്, 1 to many ഉണ്ട്, many to many ഉണ്ട്, അതേപോലെ തന്നെ many to 1 ഉണ്ട്. അപ്പോൾ ഒരു സർജൻ എന്ന് പറയുന്നത് ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഹെഡ് ചെയ്യുന്നത്. അവിടെ 1 to 1 റിലേഷനാണ്. ഒരു സർജൻ ഉണ്ട്, അത് 1 ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഹെഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി 1 to many, അതായത് 1 to many മാപ്പിംഗ് എന്ന് പറയുന്നത് എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒന്നിലേറെ റിലേഷൻഷിപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാപ്പ് ചെയ്യാം. അതായത് ഒരു സർജന് N ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഒരു സർജൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നുണ്ടായിരിക്കും, ഒരു സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ N ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ N ഡോക്ടേഴ്സ് ഒരു സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ
വർക്ക് ചെയ്യുന്നു. അതായത് 1 to many റിലേഷൻഷിപ്പാണ് അവിടെ കാണിക്കുന്നത്. മെനി ടു വൺ, അതായത് വെൻ എൻറ്റിറ്റീസ് ഇൻ വൺ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ മൾട്ടിപ്പിൾ സർജൻസ് മൾട്ടിപ്പിൾ സർജറീസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സർജൻസിൽ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമുക്ക് കൺസെപ്റ്റായിട്ട് പറയാം, മൾട്ടിപ്പിൾ സർജറീസ് ആരാണ് ഹെഡ് ചെയ്യുന്നത്? ഒരു സിംഗിൾ സർജനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ, അതായത് മെനി എന്താ പറയുക റിലേഷൻ ഒരെണ്ണത്തിലേക്ക് മാപ്പ് ചെയ്യാണ്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഡയഗ്രാം നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഡയഗ്രാം നോക്കുക, A1 A2 A3 എന്ന് പറയുന്ന 3 എന്താണ് എൻറ്റിറ്റി സെറ്റും എന്തിൽ ബി എന്ന് പറയുന്ന ആ ഒരു റിലേഷനിലെ B1 എന്ന് പറഞ്ഞതിലേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതായത് മെനി ടു വൺ എന്നാണ് അവിടെ പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ സർജറീസ് ഒരു സർജൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ. നമുക്ക് വേറെ ഏത് എക്സാമ്പിൾ വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. മെനി ടു മെനി എന്ന് പറഞ്ഞാൽ ഒരു അതായത് എൻറ്റിറ്റി സെറ്റിലെ മോർ ദാൻ വൺ റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതായത് എം എംപ്ലോയീസ് എം പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നു. അതായത് മെനി ടു മെനി, അതായത് ഇപ്പോൾ മൾട്ടിപ്പിൾ എംപ്ലോയീസ് ഉണ്ടായിരിക്കാം, അവർ മൾട്ടിപ്പിൾ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നതായിരിക്കാം. ഇപ്പോൾ 3 എംപ്ലോയീസ് 3 പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അതേപോലെ നമുക്കറിയാം പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. അതായത് ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഒരു കോഴ്സായിട്ട് എൻറോൾ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ഡബിൾ ലൈൻ നമ്മൾ എന്ത് മെൻഷൻ ചെയ്യും? ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് മസ്റ്റ് ബി എൻറോൾഡ് ഇൻ എ കോഴ്സ് എന്ന് പറയും. പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അതായത് സം കോഴ്സസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സ്റ്റുഡൻറ്റും എടുക്കില്ല. അപ്പോൾ അവിടുത്തെ പാർട്ടിസിപ്പേഷൻ, അതായത് എലക്റ്റീവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ വരുമ്പോൾ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് പാർഷ്യലായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക, അതായത് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ടേബിൾസ് ഏത് ഫോർമാറ്റിലായിരിക്കും. നമുക്ക് നോർമലി അത് തേർഡ് നോർമൽ ഫോമിലായിരിക്കും. അത് നോർമൽ ഫോംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും താങ്ക് യു ഓൾ.